നമുക്കൊരു സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് തയ്യാറാക്കിയാലോ? അതെ, വളരെ രുചികരമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് തയ്യാറാക്കാം. അതിനു മുൻപായി എല്ലാവർക്കും സ്പൈസ് അപ്പ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം ബീഫ് ഒന്ന് വേവിക്കണം. അപ്പോൾ ഒരു കുക്കറിലേക്ക് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും തൈരും പാകത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് വെള്ളം മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബീഫ് വേവുന്ന സമയത്ത് ബീഫിലുള്ള വെള്ളം ഇതിനകത്തേക്ക് ഇറങ്ങും. അപ്പം നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ബീഫ് റോസ്റ്റിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ പിരിയൻ മുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നോർമൽ വറ്റൽമുളകാണെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 7 വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എടുത്ത ബീഫിന്റെ അളവിനുള്ള മസാലയാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കിയത്. നിങ്ങൾ എത്രയാണോ ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ മസാലയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അതിനായിട്ട് കുക്കറിന്റെ മൂടി ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് സമയം വേവിക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ഇതിനകത്തുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നമ്മളുടെ സ്പെഷ്യൽ മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ക്രിസ്പിനെസിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഹാഫ് ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിനകത്തുള്ള ബാക്കി ഗ്രേവി ഈ ഒരു മിക്സ് വരുന്ന സമയത്ത് ബാലൻസ് ആയി പോയിക്കോളും. ഇപ്പൊ നമ്മുടെ ബീഫ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെക്കാം. അങ്ങനെ ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാനൊരു പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നാടൻ വിഭവങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് ഞാനിവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചാൽ നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ ബീഫ് ഓൾറെഡി വേവിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ഈ ബീഫ് ഫ്രൈ ആയിട്ട് കിട്ടും. നമ്മൾ എടുത്ത എല്ലാ ബീഫും ഞാൻ ഒറ്റ റൗണ്ടിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ബീഫും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത്. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മസാല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മുടെ ബീഫിന്റെ കളറൊക്കെ മാറി നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബീഫ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബീഫ് ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് ഞാൻ ആദ്യം നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ബീഫ് റോസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ തേങ്ങാക്കൊത്തും കൂടി കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ഗോൾഡൻ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായി ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. നമ്മൾ നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ടേസ്റ്റ് കൂടാനായിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ചെറിയുള്ളി. ഞാനിവിടെ 25 ചെറിയുള്ളിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറിയുള്ളി എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച നമ്മളുടെ ബീഫ് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ, അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ രുചികരമായിട്ടുള്ള നമ്മളുടെ ബീഫ് റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്കിത് ചൂടോടുകൂടെ സെർവ് ചെയ്യാവുന്നതാണ്. നെയ്ച്ചോറിന്റെ കൂടിയും പൊറാട്ടയുടെ കൂടിയും വെള്ളപ്പത്തിന്റെ കൂടെയൊക്കെ ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ വേണം. അപ്പം മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം.